റമദാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ പത്ത് മഗ്ഫിറത്തിന്റെ പത്താണ്, പാപമോചനത്തിന്റെ പത്താണ്. ഈ ഒരു 10 ദിവസം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി യാചിക്കേണ്ട ദിനരാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഈ 10 നമ്മൾ ചൊല്ലുന്നത് അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എൻ്റെ എല്ലാ ദോഷങ്ങളും നീ എനിക്ക് പുറത്തു തരണേ. അത് നമ്മൾ കൂടുതൽ ഈ 10 പതിവാക്കുകയും ആത്മാർത്ഥമായി എൻ്റെ ദോഷങ്ങളെല്ലാം എനിക്ക് പുറത്തു കിട്ടണം എന്ന് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുകയും വേണം. തെറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പിശാച് അവന് തോന്നിപ്പിച്ചു കൊടുക്കുക, ഇനി നിനക്ക് നന്നാവാനൊന്നും കഴിയൂല, ഇനി ഏതായാലും ഇത്രയൊക്കെ കാലം തെറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പോ നന്നായിട്ടെന്താ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നാണ് പിശാച് തോന്നിപ്പിക്കുക. ആ ചിന്തയിൽ നമ്മെ തളച്ചിടാൻ പിശാചിന് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരും എന്നാണ്. അത് തെറ്റ് ചെയ്യാനുള്ള ഒരു ഉപാധിയായി നമ്മൾ കാണരുത്, മറിച്ച് തെറ്റ് ചെയ്താൽ ഈ രൂപത്തിൽ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമായി, ഒരു മോട്ടിവേഷൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദം അത് തെറ്റ് ചെയ്തു പോയവന്റെ ഇസ്തിഗ്ഫാറിന്റെ ശബ്ദമാണ്. തെറ്റ് ചെയ്തു പോയവൻ റബ്ബേ എന്നോട് പൊറുക്കണേ, ഞാൻ ചെയ്തു പോയി, ഇനി ചെയ്യൂല റബ്ബേ എന്ന് യാചിക്കുന്ന ആ ശബ്ദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തു സുമറിന്റെ 53-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. മുത്തനബിയോട് അല്ലാഹു പറയണം, മുത്തനബിയെ നിങ്ങൾ എൻ്റെ സന്ദേശം നിങ്ങളുടെ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കണം. എന്താണ് ആ സന്ദേശം? യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റിൽ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുന്ന എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തവരായി മാറരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ തെറ്റുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതിന് അല്ലാഹു സന്നദ്ധനാണ്, അല്ലാഹു അതിന് റെഡിയാണ്. നിങ്ങൾ മാപ്പ് ചോദിച്ചാൽ മാത്രം മതി. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യം കാണിക്കുന്നവനുമാണ്. അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തു പോയി എന്ന് കരുതി എൻ്റെ റഹ്മത്തിൽ, എൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ പ്രതീക്ഷയില്ലാതെ ആശയില്ലാത്തവരായി മാറരുത്. തെറ്റ് ചെയ്താൽ എന്നിലേക്ക് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാം. മനുഷ്യന്മാർ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഇനി പരിസരത്ത് നിന്നെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന നേരെ തിരിച്ചാണ്. തെറ്റ് ചെയ്യുന്ന എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത് തന്നെ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റ് ചെയ്യുന്ന എൻ്റെ അടിമകളെ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ അത്രയും സ്നേഹത്തോടെ റബ്ബ് നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ ആ ചേർത്ത് പിടിക്കൽ കണ്ടില്ല എന്ന് നടിച്ചാൽ അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു പോയ തെറ്റുകളിലൊക്കെ ഖേദിക്കാനും ഇസ്തിഗ്ഫാർ നടത്താനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാൻ വിട പറയുമ്പോഴേക്ക് എല്ലാ നിലക്കും പാപസുരക്ഷിതരായി, നമ്മുടെ ഏടുകളിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ മായ്ക്കപ്പെട്ടവരായി ഈ മാസത്തെ യാത്ര അയക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.